നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനോ? ആരുടെ അച്ഛൻ? മോളെ, നിങ്ങളാണോ അച്ഛൻ? ആ വാക്കുച്ചരിക്കാൻ നാണോ ഇല്ലേ നിങ്ങൾക്ക്? ശാലിനി, മോളെ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. ആൾക്കാര് കേൾക്കണം മോളെ, നീ ആൾക്കാര് കേൾക്കണോ അമ്മേ? ശാലിനിയുടെ മോളായവള് സത്യ. എന്റെ പൊന്നുമോളിങ് വന്നേ. My darling, sweetie. My God, I'm lucky, very lucky. കുട്ടി എന്തായി കാണിക്കുന്നത്? സാധാരണ കുട്ടികളെന്ന് പറഞ്ഞാ എനിക്ക് വെറുപ്പാ മാഷെ. അവരുടെ കരച്ചിലും വാശിപിടുത്തവും ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ്. പക്ഷെ ഇവള് എന്റെ ലൈഫാ. നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടിയ പോലെ എനിക്കിപ്പോ തോന്നുന്നത്. ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായനിത്. എ ബിഗ് ലോസ്. ശാലിനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വട്ട പൂജയാണെന്ന്. ആ വട്ടപൂജ്യത്തിന് ഇപ്പൊ വിലയുണ്ടായിരിക്കുക. അത് ലക്ഷമോ കോടിയോ ഒന്നുമല്ല, ലക്ഷം കോടിയുടെ. എനിക്കാ വിലയുണ്ടാക്കി തന്നത് ആരാന്നറിയാമോ? ഇവള് മൈ സ്വീറ്റ് ഡാർലിംഗ്. ഞാൻ പറഞ്ഞില്ലേ ഗോപാലകൃഷ്ണൻ, എന്തോ കുഴപ്പമുണ്ടെന്ന്. അല്ല, ഇവക്ക് ഭ്രാന്താണ് ശാരദ. അവക്ക് ഭ്രാന്ത് തന്നെയാ ഗോപാലേട്ടാ. നമ്മുടെ ശാലിനി മോളുടെ ജീവിതം തകർക്കാനുള്ള ഭ്രാന്ത്. ഇവളാ ഗോപാലേട്ടാ നമ്മുടെ വിഷ്ണു മോനെ കല്യാണം കഴിക്കാൻ തുണിഞ്ഞിറങ്ങിയിരിക്കുന്ന മധുശ്രീ. അമ്മേ, അമ്മ ദാ നീ സമ്പാദിച്ചത് നീ തന്നെ വെച്ചോ. സമ്പാദിച്ചത് നീയാണെങ്കിലും ഇപ്പൊ എന്റെ സ്വത്താ ഇവള്. മൈ ലൈഫ്. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി ഞാൻ ഇറങ്ങട്ടെ ശാലിനി. നീ വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്കിനിയും കാണാം, കാണേണ്ട രീതിയിൽ തന്നെ. വണ്ടി എടുത്ത് മാറ്റണം.
നീ ഇനി ഫുൾ റിവേഴ്സ് ഗിയറില ശാലിനി. മാധുശ്രീ ടോപ്പിലും. ദൈവം നമ്മുടെ കളിയുടെ കളം ഒന്ന് മാറ്റി. താങ്ക് ഗോഡ്. സത്യ ആരാന്ന് മധുശ്രീക്ക് മനസ്സിലായോ? അത് അച്ഛന്റെ നാവിന്ന് ആളറിയാതെ. അച്ഛനോ? ആരുടെ അച്ഛൻ? മോളെ, നിങ്ങളാണോ അച്ഛൻ? ആ വാക്കുച്ചരിക്കാൻ നാണോ ഇല്ലേ നിങ്ങൾക്ക്? ശാലിനി മോളെ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. ആൾക്കാർ കേൾക്കണം മോളെ, നീ ആൾക്കാർ കേൾക്കണോ അമ്മേ? മകളെ സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് സത്യമ്മയുടെ വീട്ടിലെ വിരട്ടം പോയപ്പോ എന്നെ പറ്റി ആലോചിച്ചോ? ഞാൻ ആരാന്ന് ഒരു നിമിഷം ചിന്തിച്ചോ? എടി നീ എന്താ അമ്മേ? ജില്ലാ കളക്ടർ മാത്രമല്ല, ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാ ഞാൻ. ഞാൻ അമ്മ വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കുടുംബ കോടതി ജഡ്ജിക്ക് മുന്നിൽ പോയി നിൽക്കേണ്ടത്. മകനെ കളക്ടറാക്കണമെന്നുള്ള വാശിയിലാണല്ലോ വേറൊരു ബന്ധം തേടി പോയത്. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ മുള പൊട്ടുന്നതിന് മുമ്പേ ആ പദവി എന്താണെന്നും അതിന്റെ അന്തസ് എന്താണെന്നും ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. ശാലിനി, എനിക്ക് പറയണോ അമ്മേ? അമ്മയും കൂടി പോയില്ലേ സത്യമ്മയുടെ വീട്ടിലേക്ക്? എന്നിട്ട് പെർഫോമൻസും കണ്ട് വായും പൂട്ടി നിന്നു. കാരണം എന്താ? ആണിന്റെ അധികാരം. ഇത്രയും നാളും ഇവിടെ പെൺഭരണമായിരുന്നത്രേ. ആ അധികാരം കാട്ടാൻ അവകാശം ഉണ്ടാവണമെങ്കിലേ അത് നേരത്തെ ആലോചിക്കണമായിരുന്നു, വേറൊരു ബന്ധം തേടി പോകുന്നതിന് മുമ്പ്. ശാലിനി, ഇനി ഒരു അക്ഷരം ഇന്ത്യ കളക്ടറാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ. ശാരദാമ്മേ, അമ്മേ വഴക്ക് പറയണ്ട ശാരദാമ്മേ. നാട്ടുകാര് നോക്കി നിൽക്കുന്നു. ആര് നോക്കി നിന്നാലും എനിക്ക് പറയാനുള്ളത് പറയണോ അമ്മേ? അമ്മയുടെ കസേരയിട്ട് ഇരുത്തിയിട്ടുണ്ടല്ലോ ഈ ഹോട്ടലിന്റെ മാനേജരെ. എന്റെ ജീവിതം മുഴുവൻ നാശമാക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാ. എടി, ശാലിനി, ആ നിൽക്കുന്ന രാമേട്ടൻ ഒരു അച്ഛനാ, 3 പെൺകുട്ടികളുടെ അച്ഛൻ. അതൊരു ഭാരമാണെന്ന് തോന്നി ആ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം സന്തോഷം തെരഞ്ഞു പോയിട്ടില്ല രാമേട്ടൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.